കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024-ൽ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം BJP സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ തോറ്റത് ഇന്ത്യ മുന്നണിയുടെ ശക്തമായ മുന്നേറ്റം കൊണ്ടൊന്നുമല്ല. RSS നേതൃത്വം നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന് നൽകിയ തിരിച്ചടിയാണത്. UP-യിലെ പകുതിയോളം സീറ്റുകളും മഹാരാഷ്ട്രയിലെ 3/4 സീറ്റുകളും BJPക്ക് നഷ്ടപ്പെടുമ്പോൾ അതുമാത്രമായിരുന്നില്ല RSSന്റെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെയായിരുന്നു. 5 ലക്ഷത്തിനടുത്ത് 2019-ൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന വാരണാസി മണ്ഡലത്തിൽ 2024-ൽ എത്തിയപ്പോൾ അത് 1.5 ലക്ഷമായി മാറി എന്ന് പറയുമ്പോൾ അതൊരു പരാജയം തന്നെയാണ്. എന്നാൽ യഥാർത്ഥ പരാജയത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച വാരണാസി വോട്ടെണ്ണലിൻ്റെ പകുതിയിൽ കാണിച്ച മാറ്റം എന്ന് പറയുന്നതാണ് ഇനി വലിയ ബോംബായി ഈ രാജ്യത്ത് മാറാൻ പോകുന്നത്. അതായത് വാരണാസി മണ്ഡലത്തിലെ വോട്ടെണ്ണലിൻ്റെ ആദ്യ പകുതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അജയ് റോയ്ക്ക് പിന്നിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ പിന്നീട് ലീഡ് തിരിച്ചു പിടിച്ച മോദി 1.5 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരികയായിരുന്നു. വോട്ടെണ്ണലിൽ 11 മണിക്ക് ശേഷം അവിടെ സംഭവിച്ചത് എന്ത് എന്നതിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതും ഈ രാജ്യം ആവശ്യപ്പെടുന്നതും. കാരണം വോട്ട് ചോരി അഥവാ വോട്ട് മോഷണം തകൃതിയായി നടന്ന ഒരു രാജ്യത്ത്, അത് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത് കൂടുതൽ ചർച്ചയാകും. അത് സ്വാഭാവികം. വോട്ടെണ്ണൽ വിവരങ്ങൾ ഒരു ഘട്ടത്തിൽ മണിക്കൂറുകളോളം പുറത്തു വരാത്തതിൽ വലിയ ദുരൂഹതയുണ്ടെങ്കിൽ അത് അന്വേഷിച്ചേ മതിയാകും. നമുക്കറിയാം, കർണാടകത്തിലെ ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ പകുതിയിലേറെ എണ്ണിക്കഴിഞ്ഞപ്പോൾ 80,000 വോട്ടുകൾക്ക് മുന്നിൽ നിന്നിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അവസാനമാകുമ്പോഴേക്കും 34,000 വോട്ടിന് തോറ്റതിൽ 1,250,000 വോട്ടിൻ്റെ തിരിമറി നടന്നുവെന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയപ്പോൾ അതിൽ സത്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതാണ് നമ്മുടെ രാജ്യം. അത് തന്നെയാണ് വാരണാസിയിലും സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് കോൺഗ്രസിൻ്റെ പോരാട്ടം നടക്കുന്നത്. അത് തെളിഞ്ഞാൽ സംഗതി മാറും. എല്ലാം നിഷേധിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർന്നു നിൽക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ അടങ്ങുന്നതാകും രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് എന്നാണ് പുറത്തു വരുന്ന വിവരം. അത് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ പ്രവർത്തനം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് പുറത്തുവിടാനാണ് ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത്. അതിൻ്റെ വിവരശേഖരണത്തിന് രാഹുൽ ഗാന്ധിയുടെ ടീം വാരണാസിയിൽ ക്യാമ്പ് ചെയ്തു കഴിഞ്ഞുവെന്നും അത് ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പുറത്തു വരുമെന്നാണ് സൂചന ലഭിക്കുന്നത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ അങ്ങനെയൊരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജിയായിരിക്കും കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് എന്നുറപ്പാണ്. ഈ സംഭവം തെളിഞ്ഞുവെന്നാൽ മോദി രാജിവെച്ചാലും ഇല്ലെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ പടിയിറക്കത്തിൻ്റെ കൂടി ലക്ഷണമാണ്. അത് BJPക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി തന്നെയായിരിക്കും.